നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ 2024 ഡിസംബർ 9 മുതൽ 15 വരെയുള്ള ഒരാഴ്ച കാലത്തെ വാരഫലത്തെ പറ്റിയാണ് പറയുന്നത്. അശ്വതി, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. പ്രവർത്തന മേഖലയിൽ വ്യത്യസ്തമായ ശൈലി അവലംബിക്കും. ആരോഗ്യം ഗുണകരമായിരിക്കും. വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും. ഭരണി, ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. സഹപ്രവർത്തകരുടെ സഹായത്താൽ പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാൻ ഇടവരും. സാമ്പത്തിക നില മെച്ചപ്പെടും. കാർത്തിക, പാരമ്പര്യ പ്രവൃത്തികളിൽ വ്യാപൃതനാകും. വരവും ചെലവും തുല്യമായിരിക്കും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് സർക്കാർ തലത്തിൽ നിന്നും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. ആരോഗ്യം ഗുണകരമായിരിക്കും. രോഹിണി, കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും. ശുഭാപ്തി വിശ്വാസത്താൽ പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. വിശ്വാസയോഗ്യമായ പദ്ധതികളിൽ പണം മുടക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. മകയിരം, സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കും. ഗുരുനാഥൻ്റെ ഉപദേശം സ്വീകരിച്ച് പുതിയ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട്. തിരുവാതിര, ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. ഉദരരോഗപീഠകൾ വർദ്ധിക്കാനിടയുണ്ട്. പുണർന്നം, പുതിയ ഭരണ സംവിധാനം നടപ്പിൽ വരുത്തുവാൻ മേലധികാരികളുടെ അനുമതി തേടും. ബന്ധുസഹായത്താൽ വ്യാപാരം വിപുലപ്പെടുത്തും. പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും ചെലവു ഇനങ്ങളിൽ നിയന്ത്രണം വേണം. പൂയം, സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. ക്രയവിക്രയങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും. ആരോഗ്യം ഗുണകരമായിരിക്കും. ആയില്യം, സ്വന്തമായി വ്യാപാരം തുടങ്ങുവാൻ തീരുമാനിക്കും. കാര്യസാധ്യങ്ങൾക്കായി നിലപാടിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും. വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും. മകം, ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും. അപ്രധാനമായ കാര്യങ്ങൾ ആലോചിച്ച് ആദി വർദ്ധിക്കും. ആരോഗ്യം ശ്രദ്ധിക്കണം. പൂരം, അസുഖങ്ങൾക്ക് ആയുർവേദ ചികിത്സ തുടങ്ങും. ഗൃഹപ്രവേശന ചടങ്ങ് നിർവഹിക്കും. ദമ്പതികൾ തമ്മിൽ ഐക്യമുണ്ടാവും. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. ഉത്രം, കാര്യനിർവഹണ ശക്തി വർദ്ധിക്കും. വിദേശ ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച നേട്ടമില്ലാത്തതിനാൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുവാൻ ആലോചിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അത്തം, പാരമ്പര്യ പ്രവൃത്തികളിൽ പരിശീലനം തേടും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ ആശ്വാസവും അഭിമാനവും തോന്നും. ആരോഗ്യം ഗുണകരമായിരിക്കും. ചിത്തിര, ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാനുള്ള സാഹചര്യമുണ്ടാവും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ഇടവരും. വാഹനയോഗം കാണുന്നു. ചോതി, അവധിയെടുത്ത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനും ഉള്ള അവസരമുണ്ടാവും. ദാമ്പത്തിക ജീവിതം സുഖപ്രദമായിരിക്കും. വിശാഖം, സ്ഥിതിഗതികൾ വിലയിരുത്തി പുതിയ കർമ്മമേഖലകൾക്ക് തുടക്കം കുറിക്കും. സാഹസ പ്രവർത്തികളിൽ നിന്നും സ്വയം പിന്മാറും. വാഹനം മാറ്റി വാങ്ങുവാൻ ഇടവരും. അനിഴം, ആത്മവിശ്വാസത്തോടുകൂടി പുതിയ ചുമതലകൾ ഏറ്റെടുക്കും. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. തൃക്കേട്ട, വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ഇടവരും. നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചേർതു തീർക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി മാറും. മൂലം, ജാമ്യം നിൽക്കുന്നതിൽ നിന്ന് പിന്മാറുക. വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ സൗഖ്യം കൂടും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. എന്നാൽ മുൻകോപം നിയന്ത്രിക്കണം. പൂരാടം, ഉപരിപഠനത്തിന് അന്യസംസ്ഥാനത്ത് പ്രവേശനം ലഭിക്കും. സഹകരണ പ്രസ്ഥാനങ്ങളുടെ സാരഥ്യം ഏറ്റെടുക്കുവാൻ തയ്യാറാകും. ആരോഗ്യം ഗുണകരമാണ്. ഉത്രാടം,
കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സന്താനങ്ങളുടെ സാമീപ്യം ആശ്വാസത്തിന് വഴിയൊരുക്കും. വാഹനം മാറ്റി വാങ്ങുവാൻ തയ്യാറാകും. തിരുവോണം അമിതമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുവാൻ നിർബന്ധിതനാകും. വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അവിട്ടം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ സാധിക്കും. ബന്ധുക്കളുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കും. ആരോഗ്യം ഗുണകരമായിരിക്കും. ചതയം കാര്യനിർവഹണ ശക്തി വർദ്ധിക്കും. പുതിയ ഭരണ സംവിധാനം അവലംബിക്കും. പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകുന്ന കാലമാണ്. പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും. പൂരുരുട്ടാതി ദമ്പതികളുടെ ആശയങ്ങൾക്ക് ശുഭസൂചനകൾ ലഭിക്കും. ആഗ്രഹങ്ങൾ സഫലമാകും. ഗൃഹനിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങാൻ ഇടവരും. ഉത്രട്ടാതി ഔദ്യോഗികമായി അന്യദേശ യാത്രയ്ക്ക് അവസരമുണ്ടാകും. അന്തിമമായി വ്യവഹാരത്തിൽ വിജയം കൈവരിച്ചതിനാൽ ആശ്വാസമുണ്ടാവും. മാതാവിന് അഭിവൃദ്ധിയുണ്ടാവും. രേവതി ജാമ്യം നിൽക്കരുത്. പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.